لازم نفعل على المركز. يا اخي يا ابني. Oh my god. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം മറികടന്ന് ഇറാൻ മിസൈലുകൾ ജെറുസലേമിൽ പതിക്കുന്ന ദൃശ്യമാണ്. നെതന്യാഹുവിന്റെ ഓഫീസും ഇറാൻ ഇങ്ങനെ ആക്രമിച്ചു എന്നുള്ള വിവരമാണ് ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ പുറത്തു വരുന്നത്. വളരെ പെട്ടെന്നുള്ള ഒരു സർപ്രൈസ് അറ്റാക്കാണ് ഇറാൻ നടത്തിയത്. ഖൈബർ എന്ന അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇതിനായി ഇറാൻ ഉപയോഗിച്ചത്. നെതന്യാഹുവിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നതിനെക്കുറിച്ച് ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് വരെ വ്യക്തതയില്ല. എന്തായാലും ഇറാൻ രണ്ടും കൽപ്പിച്ചുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. അതിനിടയ്ക്ക് ഗൾഫ് രാജ്യങ്ങളെല്ലാം അമേരിക്കയോട് കട്ടക്കലിപ്പിലാണ് എന്നാണ് വിവരം. സമാധാനപരമായി നടന്നുകൊണ്ടിരുന്ന ആ ചർച്ച നടക്കവേ ഒരാവശ്യവും ഇല്ലാത്ത ആക്രമണം ഇറാനിലേക്ക് നടത്തി ട്രംപും നെതന്യാഹുവും ഗൾഫ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. ട്രംപ് ഇസ്രയേലിൻ്റെ സുരക്ഷ മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത് എന്നും ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് അമേരിക്കയ്ക്ക് ആശങ്കയില്ല എന്നുമുള്ള ഒരു വികാരമാണ് അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോഴുള്ളത്. ഇറാനാണെങ്കിൽ അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറബ് രാജ്യങ്ങളെന്നോ മധ്യസ്ഥരെന്നോ നോക്കാതെയുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത്. ആയത്തുള്ള അലി ഖൊമൈനിയുടെ മരണത്തോടെ തങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല എന്നുള്ള നിലപാടാണ് ഇറാൻ പ്രഖ്യാപിക്കുന്നത്. മാത്രമല്ല ട്രംപിൻ്റെ ചർച്ചാക്ഷണത്തെയും ഇറാൻ നിരസിച്ചു എന്നത് നിർണായകമായ കാര്യമാണ്. അമേരിക്കയുടെ ചർച്ചാതന്ത്രത്തിൽ ഇനി വീഴാൻ താല്പര്യമില്ല എന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇറാൻ്റെ തന്ത്രപ്രധാനമായ നേതൃത്വം വഹിക്കുന്ന അലി ലാർജാനിയാണ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇസ്രയേലിൻ്റെ താല്പര്യപ്രകാരം തുടങ്ങിയ ആക്രമണത്തിലൂടെ ട്രംപും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് അത് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ഇങ്ങനെ പശ്ചിമേഷ്യയിലെ പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. നെതന്യാഹുവിൻ്റെ ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രയേൽ ഔദ്യോഗികമായി അറിയിക്കുന്നത്. മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തടഞ്ഞുവെന്നും ഇസ്രയേൽ പറയുന്നു. എന്നാൽ ആക്രമണത്തിന് ശേഷം നെതന്യാഹുവിൻ്റെ വിധി അവ്യക്തമാണ് എന്നാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നത്. എന്നാൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ നെതന്യാഹു സുരക്ഷിത ബങ്കറിലേക്ക് മാറി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. അതായത് നെതന്യാഹുവിന് പോലും രക്ഷയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. എന്തായാലും യുദ്ധഭ്രാന്തനായ സർവശക്തനായ നെതന്യാഹുവിനെ ബങ്കറിലാക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വിലയിരുത്താം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് മാത്രമല്ല ഇസ്രയേൽ വ്യോമസേന ആസ്ഥാനവും ഇറാൻ്റെ ആക്രമണത്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഈ വാർത്ത, അതായത് നെതന്യാഹുവിൻ്റെ ഓഫീസ് ആക്രമിച്ചു എന്നുള്ള വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ വീഡിയോ തയ്യാറാക്കുന്നതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ആക്രമണം ഇസ്രയേലിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇനി ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥയിലേക്ക് വന്നാൽ ഇറാനെതിരായി അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും വലിയ ദുരിതം ഇപ്പോൾ അനുഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. അമേരിക്കയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്നതുമില്ല. പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ശേഷം അമേരിക്ക ഗൾഫ് രാജ്യങ്ങളെ ഉപേക്ഷിച്ച മട്ടാണ്. ഏറ്റവും ഒടുവിൽ ഒമാൻ കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. ഡ്രോൺ ബോട്ട് ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഒമാൻ തീരത്ത് 24 മണിക്കൂറിനിടെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണ് ഇത്. 2 എണ്ണക്കപ്പലുകളെയാണ് ഇറാൻ ആക്രമിച്ചത്. ഏറ്റവും ഒടുവിൽ സുൽത്താൻ ഖാബൂസ് തുറമുഖത്തിന് വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് വെച്ചാണ് കപ്പലിനെ ആക്രമിച്ചത്. പോർട്ടിൽ നിന്ന് ഏകദേശം 52 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര സമുദ്രപാതയിലാണ് ആക്രമണം നടന്നത്. മാർഷൽ ഐലൻഡ്സ് പതാകയുള്ള ഓയിൽ ടാങ്കറിനെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു റിമോട്ട് കൺട്രോൾ ഡ്രോൺ ബോട്ട് കപ്പലിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് വന്നിടിക്കുകയായിരുന്നു. ഈ കപ്പലിൽ 16 ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഹോർമൂസ് കടലിടുക്കിന് സമീപം ഖസബ് പോർട്ടിന് 5 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഇറാൻ മറ്റൊരു ഒമാൻ കപ്പലിനെ ആക്രമിക്കുകയും ചെയ്തു. 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സൗദി അറേബ്യയിലാണെങ്കിൽ റാസ് തനൂറയിലുള്ള അരാംകോ എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു. ഈ ഡ്രോണുകളെ സൗദി പ്രതിരോധ സേന ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടു. എന്നാൽ ഇവയുടെ അവശിഷ്ടങ്ങൾ പ്ലാന്റിന് മുകളിൽ പതിച്ചതിനെ തുടർന്ന് അവിടെ ചെറിയ രീതിയിൽ തീപിടുത്തമുണ്ടായി. ഖത്തറിനെയും കുവൈറ്റിനെയും ബഹ്റൈനെയും ഒമാനെയും ഒക്കെ ഇറാൻ ഇങ്ങനെ തുടർച്ചയായി ലക്ഷ്യം വയ്ക്കുകയാണ്. 6 അറബ് രാജ്യങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. ഇതിനിടെ കുവൈറ്റ് തന്നെ അബദ്ധത്തിൽ അമേരിക്കയുടെ 3 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുകയും ചെയ്തു. ഇത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആകെ കൺഫ്യൂഷനിലാക്കുകയാണ്, അവർക്കിടയിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയാണ്. മധ്യസ്ഥ രാജ്യമായ ഒമാനെ ഇറാൻ ലക്ഷ്യമിടുന്നത് ആകെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇറാനെ തിരിച്ചാക്രമിക്കാൻ അറബ് രാജ്യങ്ങൾ ആലോചിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന അവസ്ഥയാണ്.
ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ മറ്റു മേഖലകളെയും, അങ്ങനെ ഇറാനെ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിച്ചാൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ മറ്റു മേഖലകളെയും ലക്ഷ്യം വയ്ക്കും. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. എന്നാൽ യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളെ ഇപ്പോൾ കലിപ്പിലാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ നിലപാടാണ്. അമേരിക്കൻ നീക്കങ്ങൾ കാരണം തങ്ങളുടെ രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ ഭാഗമാകേണ്ടി വരുന്നു എന്നുള്ളതാണ് ഗൾഫ് ഭരണാധികാരികൾക്ക് പ്രതിഷേധമുണ്ടാക്കുന്നത്. ഇറാനെ ആക്രമിക്കരുത് എന്ന് അമേരിക്കയോട് ആവർത്തിച്ച് അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു നമുക്കറിയാം. പക്ഷേ ട്രംപ് അത് ചെവിക്കൊണ്ടില്ല. അതിൻ്റെ ഫലം തങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നത്. ട്രംപ് ആണെങ്കിൽ ഇസ്രയേലിൻ്റെ സുരക്ഷ മാത്രം നോക്കുന്നു. ഗൾഫ് രാജ്യങ്ങളെ കൈവിട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ കടുത്ത അസംതൃപ്തിയും ആശങ്കയും ഉടലെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സുരക്ഷാ വിവേചനമുണ്ട് എന്നാണ് അറബ് രാജ്യങ്ങളുടെ ആരോപണം. ഇസ്രയേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇസ്രയേലിലേക്ക് മാറ്റിയെന്നും ഇത് ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ്റെ ആക്രമണങ്ങൾക്ക് മുന്നിൽ നിസ്സഹായരാക്കിയെന്നുമാണ് സൗദി ഉദ്യോഗസ്ഥർ തന്നെ ആരോപിച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങൾ വഹിക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് വിട്ടുകൊടുത്ത് അമേരിക്ക ഇസ്രയേലിന് മാത്രം മുൻഗണന നൽകുന്നു എന്ന പരാതി വളരെ ശക്തമാണ്. അതായത് അമേരിക്കയെ വിശ്വസിച്ച് വ്യോമ കേന്ദ്രങ്ങൾ അനുവദിച്ച അറബ് രാജ്യങ്ങൾ ഇപ്പോൾ അതേ വ്യോമത്താവളങ്ങൾ കാരണം ഇറാനിൽ നിന്ന് ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയിലാണ്. എല്ലാ സുരക്ഷയും തങ്ങൾക്ക് ഒരുക്കുമെന്ന് പറഞ്ഞാണ് അമേരിക്ക ഈ വ്യോമത്താവളങ്ങളെല്ലാം അറബ് രാജ്യങ്ങളിൽ ഒരുക്കിയത്. അമേരിക്ക ഇസ്രയേലിനെ മാത്രം പക്ഷേ ഇപ്പോൾ സംരക്ഷിക്കുന്ന സ്ഥിതിയാണ്. അതാണ് അറബ് രാജ്യങ്ങൾ പങ്കുവയ്ക്കുന്ന വികാരം. ഇറാനെ ആക്രമിക്കാൻ വ്യോമപാതയും മറ്റും വിട്ടു നൽകില്ലെന്ന് അറബ് രാജ്യങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തിയത് ഇസ്രയേലിൽ നിന്നും ഇറാൻ തീരത്ത് തന്നെയുള്ള അമേരിക്കയുടെ പടക്കപ്പലുകളിൽ നിന്നുമാണ്. പിന്നെ ജോർദാനിൽ മാത്രമാണ് അമേരിക്കൻ വിമാനങ്ങൾ ഈ ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയത്. ബാക്കി അറബ് രാജ്യങ്ങളൊന്നും ഈ ആക്രമണത്തിൽ ഒരു തരത്തിലും നേരിട്ട് പങ്കാളികളല്ല. എന്നിട്ടും ഇറാൻ അറബ് രാജ്യങ്ങളെ ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നതിന് പിന്നിൽ ഇറാന് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഗൾഫ് രാജ്യങ്ങളെയും അവിടുത്തെ എണ്ണക്കപ്പലുകളെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ സൈനിക തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ പറയാം. ഇതിൽ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കൂടാതെ അമേരിക്കയുടെ ഇസ്രയേൽ അനുകൂല നിലപാടിനെ തുറന്നു കാണിക്കുകയുമാണ് ഇറാൻ്റെ ലക്ഷ്യം. ഒരു പ്രശ്നം വന്നാൽ അമേരിക്ക അറബ് രാജ്യങ്ങളെ കൈവിടും എന്ന് ഈ ആക്രമണത്തിലൂടെ ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇക്കാര്യമാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. അതായത് അമേരിക്കയുടെ കൂടെ നിന്നാൽ തങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള ബോധ്യം ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് ഇറാൻ്റെ ലക്ഷ്യം. ഇസ്രയേലിനെ മാത്രം സംരക്ഷിക്കുന്ന അമേരിക്കയ്ക്ക് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയിൽ താല്പര്യമില്ലെന്ന് തെളിയിക്കുന്നതിലൂടെ ഈ സഖ്യത്തിൽ അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ അവർ തമ്മിലുള്ള ഈ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാൻ ഇറാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയെ പിന്തിരിപ്പിക്കുക എന്ന് തന്നെയാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളെയും സഖ്യകക്ഷികളെയും ആക്രമിക്കുന്നതിലൂടെ യുദ്ധം തുടർന്നാൽ അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്നുള്ള സന്ദേശം തന്നെയാണ് ഇറാൻ നൽകുന്നത്. മേഖലയിലെ അമേരിക്കൻ താൽപ്പര്യങ്ങൾ അപകടത്തിലാണെന്ന് കാണിച്ചു കൊടുത്ത് അവരെ അമേരിക്കയെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം ആഗോള എണ്ണ വിപണിയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ്. അതാണ് ഇറാൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. സൗദി അരാംകോയ്ക്കും ഒമാൻ തീരത്തെ കപ്പലുകൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ആഗോള എണ്ണ വില വർദ്ധിപ്പിക്കും. നമ്മൾ ശ്രദ്ധിക്കണം, ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത് ഈ ഒമാൻ തീരത്തുള്ള എണ്ണക്കപ്പലുകളെയാണ്. ഒപ്പം ഈ സൗദിയുടെ അരാംകോ പോലുള്ള എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെയാണ്. മാത്രമല്ല ഖത്തറിലും ഊർജ മേഖലയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ ബാധിക്കും. അതായത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ അസറ്റുകൾക്ക് മേലും ഈ എണ്ണ വിപണിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലേക്കുമുള്ള ആക്രമണം അമേരിക്കയെ തന്നെ നേരിട്ട് ബാധിക്കുന്ന ഒരു സ്ഥിതി വരും. ലോകമെമ്പാടും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തി യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇറാൻ ചെയ്യുന്നത്. പിന്നീട് മേഖലാപരമായ ഒരു മേധാവിത്വം അതുകൂടി ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. തങ്ങളുടെ അനുവാദമില്ലാതെ മേഖലയിൽ ആർക്കും സമാധാനമായി പോകാൻ കഴിയില്ലെന്ന് അറബ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇറാൻ ഈ ആക്രമണങ്ങളിലൂടെ ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെയും ഇസ്രയേലിനെയും ഒറ്റപ്പെടുത്താനും ഗൾഫ് രാജ്യങ്ങളെ ഭയപ്പെടുത്തി തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാനുമുള്ള ഹൈബ്രിഡ് യുദ്ധതന്ത്രമാണ് ഇറാൻ ഇപ്പോൾ പയറ്റുന്നത്. അതായത് ഒരുപാട് പോർമുനകളുള്ള ഒരു യുദ്ധതന്ത്രമാണ് ഇപ്പോൾ ഇറാൻ പയറ്റുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അതേസമയം തന്നെ ട്രംപിൻ്റെ ചർച്ചാ സന്നദ്ധതയും ഇറാൻ തള്ളിക്കളയുന്നു എന്നത് നമ്മൾ നോക്കിക്കാണണം. അതിന് പിന്നിലും വ്യക്തമായ തന്ത്രങ്ങളുണ്ട് എന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധരും നയതന്ത്ര വിദഗ്ധരും പറയുന്നത്.
അടിച്ചേൽപ്പിക്കുന്ന ചർച്ചകളോട് വിയോജിപ്പ് എപ്പോഴും ഇറാനുണ്ട്. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിനും ഭീഷണികൾക്കും വഴങ്ങി ചർച്ചയ്ക്കില്ല എന്നുള്ളതാണ് ഇറാൻ്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട നിലപാട്. തോക്കിൻ മുനയിലുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അലി ലാറിജാനി വ്യക്തമാക്കുന്നു. മറ്റൊന്ന് നയതന്ത്രപരമായ വിശ്വാസ്യത ഇല്ലായ്മയാണ്. മുമ്പ് നടന്ന ചർച്ചകൾക്കിടയിലാണ് ഇറാൻ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടത്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തിയത് നയതന്ത്രത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് എന്ന് ഇറാൻ കരുതുന്നു. ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇസ്രയേലിനെ കൊണ്ട് അമേരിക്ക ആക്രമിക്കുന്നത്, ഇറാൻ്റെ മേൽ ആക്രമണം നടത്തുന്നത് ഇതാദ്യമായിട്ടില്ല. എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ തവണയാണ് ഇതുപോലെ ചർച്ചകൾ നടക്കുന്നു, മറുഭാഗത്ത് പെട്ടെന്ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു. അതിനാൽ അമേരിക്കയുടെ വാഗ്ദാനങ്ങളിൽ ഇറാന് ഇപ്പോൾ വിശ്വാസമില്ല. മറ്റൊന്ന് ആഭ്യന്തരമായ കരുത്ത് തെളിയിക്കുക എന്നുള്ളതാണ്. ഉപരോധങ്ങളെയോ സൈനിക ഭീഷണികളെയോ ഭയപ്പെടുന്നില്ല എന്നും ആഭ്യന്തര ശേഷി ഉപയോഗിച്ച് പ്രതിസന്ധികളെ നേരിടുമെന്നും ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കൻ ലക്ഷ്യങ്ങളെ തകർക്കുക എന്നുള്ളത് ഇറാൻ്റെ ലക്ഷ്യമാണ്. ഇറാനിലെ ഭരണമാറ്റം, ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കൽ തുടങ്ങിയ അമേരിക്കയുടെ അമിതമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറല്ല. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരുമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഇറാൻ കരുതുന്നത്. അപ്പോഴും സമവായ നീക്കങ്ങൾ മറുഭാഗത്ത് ഗൾഫ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ തുടരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ നോക്കിക്കാണണം. ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയും ഇറാൻ്റെയും ഇടയിൽ ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും അമേരിക്ക സൈനിക നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ഇറാനെ പ്രകോപിപ്പിക്കുകയാണ്, ഗൾഫ് രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക നടപടികൾ തങ്ങളുടെ സാമ്പത്തിക സുരക്ഷാ താൽപ്പര്യങ്ങളെ തകർക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് നന്നായി അറിയാം. വർഷങ്ങളായി ഇറാനുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ച ഗൾഫ് രാജ്യങ്ങളുടെ നീക്കങ്ങളെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഇപ്പോഴത്തെ സൈനിക നടപടികൾ തകിടം മറിച്ചു എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ വികാരം. ഈ വീഡിയോ തയ്യാറാക്കുന്നതുവരെയുള്ള വിവരങ്ങളും വിലയിരുത്തലുകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.